ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ് തെലക്കാടൻ. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് സാൽമോൺ കൊണ്ട് ഒരു ഫിഷ് കറി വയ്ക്കാൻ പോവാണ്. മുളകൊക്കെ ഇട്ട് പരിപാടിയിലാണ്. പിന്നെ അതിനാവശ്യമായിട്ട് ഞാൻ 1.5 കിലോ സാൽമൺ ഇതേപോലെ കഴുകി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇനി കുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 10 ചുളയുണ്ട്. പിന്നെ ഇതേപോലെ സവാള, ഒരു 3 ചെറിയ സവാളയാണിത്. ഇതേപോലെ ഒരു അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനാവശ്യമായിട്ട് ഞാനൊരു പാൻ വച്ചിട്ടുണ്ട്. കൂടുതൽ ഫിഷ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വലിയൊരു പാനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിലോ വെളിച്ചെണ്ണയോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യണം. കുടംപുളി ഒരു 3 കഷ്ണം ഞാൻ ഇത് ചൂടുവെള്ളത്തിലിട്ട് ശരിയാക്കി തിളപ്പിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ വേപ്പിലയും പച്ചമുളകും ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഗ്രേറ്റ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഞാൻ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് പെപ്പർ പൗഡർ, 1.5 സ്പൂണ് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്കൊരു ഇത്തിരി ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാണ്. ടൊമാറ്റോ അരച്ചത്. അല്ലെങ്കിൽ ടൊമാറ്റോ അരിഞ്ഞ് ഇതിൻ്റെ ഒപ്പം ഇട്ടാൽ മതി. ഈ വഴറ്റുന്നതിൻ്റെ ഒപ്പം ടൊമാറ്റോ ഇടുകയാണെങ്കിൽ റെഡിയായി കിട്ടും. അതല്ലെങ്കിൽ ടൊമാറ്റോ അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്താലും മതി. ഞാൻ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാണ്. ഇനി കുറച്ച് 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതേപോലെയാണ്. ഞാനിതിനകത്തേക്ക് ഇനിയും കുടംപുളി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇപ്പം ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കിടന്ന് ശരിക്കും തിളക്കണം. അങ്ങനെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്ന് താളിക്കാൻ പോവാണ്. ഞാൻ താളിക്കാൻ ആവശ്യമായിട്ട് പാനിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട്, ഉണക്കമുളക്, വേപ്പില, ഇത്രയാണ് ഇതിനകത്തേക്ക് താളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്.
1/4 സ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. അതാകുമ്പോൾ ഇച്ചിരി കളറൊക്കെ കിട്ടും. അങ്ങനെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. ഞാനിത് ഈസി ആയിട്ട് കുക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇത് എന്താ പറയുക, ഇനിയും ഇത് താളിക്കുമ്പം വേണമെങ്കിൽ നമുക്ക് ഉലുവ ഇച്ചിരി പൊടിച്ച് ചേർക്കാം, അതല്ലെങ്കിൽ ഉലുവ മുഴുവനോടിയിട്ട് താളിക്കാം. അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടിയും ചില്ലി പൗഡർ, ഗ്രീൻ ചില്ലിയും കൂടി കൂടുതൽ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി കളറ് കൂടുതൽ കിട്ടും. കാരണം ഇപ്പം കളറല്ല, അതിന് കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പക്ഷേ ഞാനധികം മുളക് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.